Hello guys, welcome back to my channel. I am Rishi and now you are watching Rock and Roll. Guys, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് tutti frutti ആണ്. tutti frutti മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഐസ്ക്രീമുകളില്, കേക്കുകളില്, ഡെസേർട്സില് അങ്ങനെയെല്ലാമാണ് tutti frutti ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതില് ഒരു ഇതുണ്ട്. നമ്മള് കളർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് ആഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ കളർ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിനി ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ടൂട്ടി ഫ്രൂട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പപ്പായ നമ്മൾക്ക് വേണ്ട വലിപ്പത്തിൽ മുറിച്ച് വെക്കുക. ഇപ്പം ഇതാ നമ്മൾ ഏകദേശം ഇത്രയും വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഏകദേശം ഇത്രയാണ് വെള്ളം ഒഴിക്കുന്നത്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇത് കത്തിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇനി ആർട്ടിഫിഷ്യൽ കളറൊന്നുമല്ല, നമ്മളുടെ അവിടെയുള്ള കളർ ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് മുറിച്ചിട്ട് ഒരു വെള്ളത്തിൽ ചൂടാക്കി എടുക്കുക. ഓക്കെ, നമ്മുടെ പപ്പായ റെഡിയായി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. ഇനി അതിനെ നമ്മൾ നേരെ ഒരു അരിപ്പയിലാക്കിയിട്ട് നമ്മളതിനെ അരിച്ചെടുക്കുക. അതിലെ വെള്ളം നമ്മൾ മാറ്റുക, കളയുക. ഓക്കെ, ഇനി നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം ഏകദേശം ഇത്ര വെള്ളത്തിൽ അത് ഇടുക. അതായത് പഞ്ചസാര ഏകദേശം മുങ്ങിക്കിടക്കാൻ പാകത്തിന്. ഓക്കെ, അത് തിളച്ച് വന്നു. ഇനി നമ്മൾ നമ്മുടെ പപ്പായ മാറ്റി വെച്ചത് ഇതിലേക്ക് ഇടുക. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബീട്രൂട്ട് കളറിന് വേണ്ടിയുള്ളത് ഏകദേശം റെഡി ആയിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പഞ്ചസാര സിറപ്പിൽ കിടന്ന് നമ്മുടെ ടൂട്ടി ഫ്രൂട്ട് ഏകദേശം ദേ ആവാനായിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. അത് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് ഒരു 12 മണിക്കൂർ റെസ്റ്റിൽ വെക്കാം. ഓക്കെ, ഇനി ടൂട്ടി ഫ്രൂട്ടിൽ നമ്മൾ കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ആക്കി വെച്ച നമ്മുടെ ബീട്രൂട്ട് സിറപ്പ് അതിൽ കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ടൂട്ടി ഫ്രൂട്ട് നന്നായി പരത്തിയിട്ടിട്ട് കൊടുക്കുക. അത് ഡ്രൈ ആവാനാണ്. ഇനി അത് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ട് റെഡിയായി. ഓക്കെ, നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ കളർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളറൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേ ഒരു പീസൊക്കെ ഇതേ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇത് ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പൊ സൂപ്പറുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ തിന്നാനൊക്കെ തോന്നും. നമുക്കിപ്പോ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയാല് കളർ മാത്രമാണ് ഒരു പ്രശ്നം. നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. കഴിക്കാനൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടൂട്ടി ഫ്രൂട്ടിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. മധുരം എല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.